പ്രൈസ് ദി ലോർഡ്. ഗോഡ്സ് വേൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ ഹല്ലേലൂയ. സുഖമായിരിക്കുന്നോ? സുഖമാണോ? ആണ്. ഓക്കെ ഓക്കെ. അപ്പം പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമല്ലോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? രാവിലെ പ്രാർത്ഥിക്കാറുണ്ടോ? എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല ശീലമാണ് കേട്ടോ. രാവിലെ എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയാണോ? സത്യം പറയണം, നേരാണോ? ഓക്കെ, ബ്യൂട്ടിഫുൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു നല്ല ശീലമാണ്. രാവിലെ എണീക്കുമ്പം പ്രാർത്ഥിക്കുക, എണീക്കാൻ നന്ദി പറയുക ഈശോക്ക്. പിന്നെയും രാത്രി കിടക്കുമ്പം പ്രാർത്ഥിക്കാറുണ്ടോ? വീട്ടിലെ കൊന്തേൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിച്ചാണോ കിടക്കുന്നത്? ഓ എടുക്കാന്മാർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പാടുന്ന പാട്ട് എല്ലാം സ്കൂളുകളിലെല്ലാം പാടുന്ന പാട്ടാണ്. പ്രൈസ് ഹിം, താങ്ക് ഹിം, ലവ് ഹിം. വളരെ സിമ്പിളാണ്, ഒരു പ്രെയർ സോങ് ആണ്. എല്ലാം സ്കൂളുകളിലും പാടുന്ന ഒരു പാട്ടാണ്. അപ്പം പാട്ട് ഇങ്ങനെ ആയിരിക്കും: ജീസസ് ജീസസ് Jesus in the morning, Jesus in the noon time, Jesus, Jesus, Jesus in the sun goes down. Praise the Lord. This is the morning, evening, noon time. After that, Jesus sun goes down. എല്ലാ സമയത്തും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എല്ലാം ഈശോനെ ഞങ്ങൾ പ്രൈസ് ചെയ്യാൻ പോവുകയാണ് ഈ നിമിഷങ്ങളോട്. ഹല്ലേലൂയ. അപ്പോൾ സെക്കൻഡ് ടൈം വി ഗോയിങ് ടു സിംഗ് പ്രൈസ് ഹിം. വി ആർ പ്രൈസിങ്, ഓൾവേസ് വി ആർ പ്രൈസിങ് ഹിം. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് ആണ് ലവ് ഹിം, സ്നേഹിക്കാണ്. ഒത്തിരി എടുക്കുക, താങ്കിങ് ഹിം. ഓക്കെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അറിയുന്ന പാട്ടായതുകൊണ്ട് വളരെ സിമ്പിളാണ്. ഒരു സിമ്പിൾ ആക്ഷൻ വിട്ടിട്ട് വിൽ ഡു ദ സോങ്. ഓക്കെ, അപ്പം ഒരുമിച്ച് പാടാം. ജീസസ് 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 ഇൻ ദ മോർണിംഗ്, നൂൺ ടൈം, ജീസസ് when the sun goes down, always he is with us. Okay, ഒന്ന് ചേർന്ന് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ജീസസ് ജീസസ് മോർണിംഗ്, ജീസസ് ഇൻ ദ മോർണിംഗ്, ജീസസ് ഇൻ ദ noon time, ജീസസ് 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 ഇൻ ദ sun goes down. Hallelujah. സെക്കൻഡ് ടൈം പ്രൈസ് ഹിം, പ്രൈസിങ് ഓഫ് ദ ലോർഡ്. ഓക്കെ, പ്രൈസ് ഹിം, പ്രൈസ് ചെയ്ത് പാടും. നല്ല സ്വരം വേണം. ഈശോനെ പ്രൈസ് ചെയ്യുമ്പോൾ പ്രൈസ് ഹിം അങ്ങനെയല്ല പാടണം, ശരിക്കും സ്വരം ഉയർത്തി പാടാൻ നോക്കുക. നേരെ ഇരിക്കുക, ഒന്ന് നേരെ ഇരുന്ന്. ഓക്കെ, ഹല്ലേലൂയ. ഓക്കെ, ഒന്നുകൂടി ചേർന്ന് പാടാം. 1 2 3 സ്റ്റാർട്ട്. പ്രൈസ് ഹിം, ലൗഡർ. പ്രൈസ് ഹിം, പ്രൈസ് ഹിം ഇൻ ദ മോർണിംഗ്, പ്രൈസ് ഹിം ഇൻ ദ noon time, praise him in the sun goes down. Hallelujah. Okay, next we going to sing love him, സ്നേഹിക്കാൻ. Okay, ready, 1 2 3 start. Love him, love him, the morning, love him in the noon time, love him, love him, love him in the sun goes down, love him in the sun goes down. അത് കഴിഞ്ഞ് പിന്നെ സ്ലീപ്പിംഗ് ആണോ? പറ, യെസ് ഓർ നോ? നോ, സ്ലീപ്പിംഗ് അല്ലേ? അത് കഴിഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ എണീക്കാം, നമുക്ക് എണീക്കാം. നല്ല എണീച്ചുകൊണ്ട് ജീസസ് എന്ന് പറയുമ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും. ജീസസ് ജീസസ് ഇങ്ങനെ ആയിരിക്കും. ജീസസ് ഇൻ ദ മോർണിംഗ്, ജസ്റ്റ് വീഴു. ജീസസ് ഇൻ ദ മോർണിംഗ്, ജീസസ് ഇൻ ദ നൂൺ, ബോത്ത് സൈഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. വീണ്ടും ജീസസ് 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 ഇൻ ദ സൺ ഗോസ് ഡൗൺ വിൽ ബി ഡൂയിങ്. ഓക്കെ, വിൽ ട്രൈ. 1 2 3 സ്റ്റാർട്ട്. ജീസസ് 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 ഇൻ ദ മോർണിംഗ്, ജീസസ് ഇൻ ദ നൂൺ. ഓക്കെ ഓക്കെ, ബ്യൂട്ടിഫുൾ. വെറുതെ ഇങ്ങനെ ആക്കലല്ല. ജീസസ് ഇൻ ദ മോർണിംഗ്, യു ഷുഡ് കം ഔട്ട്, go down and come up. Okay, 1 2 3 start. Jesus in the morning, Jesus in the noon time,
Jesus. സ്വരമെഴുതി. Jesus in the sun goes down. Hallelujah. Praising the Lord. അപ്പം ഇങ്ങനെ രണ്ട് കരങ്ങൾ ഇങ്ങനെ വീശുക. ഫസ്റ്റ് ഈശോനെ ഇങ്ങനെ ജീസസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. Praise him. Okay, you got the action. Clear. After that, love him ഇങ്ങനെ പിടിക്കാം. Ready, 1, 2, 3, start. ഞാൻ പറയുന്നത് നോക്ക്, കുറച്ച് സ്റ്റാൻഡിറ്റീസ് ആയിട്ട് നിൽക്കുക. അറ്റൻഷൻ നിന്നാൽ ബുദ്ധിമുട്ട്. ഇങ്ങനെ പോയി വീഴാൻ നോക്കണ്ട. വളരെ സിമ്പിളായിട്ട് സ്റ്റാൻഡിറ്റീസ് പോയിട്ട് അപ്പം ഇങ്ങനെ ബോഡി ഇങ്ങനെ പോകണം. റെഡി, 1, 2, 3, സ്റ്റാർട്ട്. Love him in the morning, love him in the love him in the sun goes down. കരങ്ങൾ വീശിക്കൊണ്ട് hallelujah. So we'll do in music. റെഡി ആണോ? റെഡി ആണോ? കരങ്ങൾ അടിച്ചുകൊണ്ട് പാട്ട് പാടാം. Come on. Put your legs together. കാല്. Jesus in the morning, Jesus in the noontime. Jesus in the sun goes down. Once again, Jesus in the morning, Jesus in the noontime. Jesus is the sun goes down. Praise him. Praise him in the morning, praise him in the noontime. Praise him in the sun goes down. Love him. ചിരിച്ചോണ്ട് smile face. Love him in the morning, love him in the noontime. Love him in the sun goes down. Once again, thank him in the morning, thank him in the noontime. Thank him in the sun goes down. Thank him in the sun goes down. Once again, thanking in the sun goes down. Hallelujah, hallelujah. Padam. Hallelujah, hallelujah. Once again, hallelujah, hallelujah. കരങ്ങൾ നല്ലോണം വീശിക്കൊണ്ട് hallelujah, hallelujah. Once again, come on. Hallelujah, hallelujah. 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 Praise him in the morning. Noontime, sun goes down. After that also, after the studies, ഉറങ്ങുമ്പോഴും praise him ചെയ്യണം. Okay, hallelujah. Hallelujah. Okay, action കഴിഞ്ഞ് ഇനി ഞങ്ങൾ ആരെയും ക്ഷണിക്കാൻ പോവുകയാണ്. ക്ലാസ് എടുക്കുന്ന ചേട്ടൻ ബോണി ചേട്ടനെ നമ്മൾ വെൽക്കം ചെയ്യുമ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടായിരിക്കും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തി ശരിക്കും വീശി ഈശ്വരനെ മഹത്വപ്പെടുത്തിയിട്ടാണ് ബോണി ചേട്ടനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആർ യു റെഡി? Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഗോഡ്സ് വേയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ എത്ര പേരുണ്ട്? കൊള്ളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗോഡ്സ് വേയിൽ പങ്കെടുക്കാൻ വന്നതിന് സന്തോഷമുണ്ടോ? അതെന്താ കാര്യം? കൈ താഴെട്ടോ. സന്തോഷം എന്താ? ഗോഡ്സ് വേയിൽ പങ്കെടുക്കാൻ വന്നതിന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം? ഒരു കാര്യം പറയാമോ? ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. മോള് ദൈവത്തിനെ കുറിച്ച് കൂടുതലായി ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ ദൈവത്തെ കുറിച്ച്. ഓക്കെ, കൊള്ളാം. അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ ദൈവവചനം കേൾക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം, 3-ാം അധ്യായം 16-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്.
എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനം പഠിക്കണം കേട്ടോ. ഈ വചനമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഇത് പ്രത്യേകം പഠിക്കണം. ഇപ്പോൾ ഗോഡ്സ് വേ കാണുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വചനം ബൈബിളിലെടുത്ത് നോക്കി പഠിക്കുന്നത് ഉചിതമായിരിക്കും. നമുക്കിപ്പോൾ കേൾക്കാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മക്കൾ ശ്രദ്ധിച്ചേ, സ്നേഹം എന്തെന്ന് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഒന്നുകൂടി വായിച്ച മോളെ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. എന്താണ് സ്നേഹം? ഈ വചനം കേട്ടതിൻ്റെ, ഈ ഒരു സെന്റൻസ് വായിച്ച് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മക്കൾ പറഞ്ഞേ, എന്താണ് സ്നേഹം? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്നാണ് മോൻ പറയുന്നത്. ഞാൻ ചോദിച്ചത് ശ്രദ്ധിക്കൂ. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ഈ വചനം വായിച്ച് കേട്ടില്ലേ, ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് സ്നേഹമെന്ന് ആർക്ക് പറയാം? സ്വന്തം ജീവൻ മിടുക്കി. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതാണ് സ്നേഹം. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് ഒന്ന് വായിച്ചേ മോളെ. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മക്കൾ ശ്രദ്ധിച്ചേ, നമുക്കൊരു കടപ്പാടുണ്ട്. എന്താണ്? ജീവൻ പരിത്യജിക്കാൻ. ആർക്ക് വേണ്ടി? ഇതാണ് ഒരു ക്രിസ്ത്യാനി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈശോ എങ്ങനെയാണ് നമ്മളുള്ള സ്നേഹം കാണിച്ചത്? ജീവൻ പരിത്യജിച്ച്, ജീവൻ ഉപേക്ഷിച്ച്. പിന്നാലെ വന്ന ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? അവരും ഇത് തന്നെ ചെയ്തത് അല്ലേ? നിങ്ങൾ കാറ്റഗിസ്റ്റിൽ പഠിക്കുന്നുണ്ടാവും. സഭാചരിത്രത്തിൽ ശിഷ്യന്മാരെയും ക്രിസ്ത്യാനികളെയെല്ലാം മറ്റുള്ളവർ മർദ്ദിച്ചപ്പോഴും കൊന്നുകളഞ്ഞപ്പോഴും അവർ കരഞ്ഞുകൊണ്ട് ഓടിയോ? സങ്കടം പറഞ്ഞോ അവര്? ഇല്ല. അവരെ കത്തിച്ച ദീപങ്ങളായി നിർത്തിയപ്പോഴും തിളച്ച എണ്ണയിലിട്ടപ്പോഴും സിംഹത്തിൻ്റെ വായിലേക്ക് പിടിച്ചിട്ടപ്പോഴും അവർ പ്രൈസ്തലോട് പറഞ്ഞുകൊണ്ടാണ് മരണത്തെ സ്വീകരിച്ചത്. കാരണം അവർക്കറിയാം അതാണ് യഥാർത്ഥമായ സ്നേഹം. മക്കൾ ശ്രദ്ധിച്ചാൽ അറിയാം, നീഗ്രോകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നീഗ്രോകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എബ്രഹാം ലിങ്കൻ അല്ലേ? അവസാനം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അവർക്ക് വേണ്ടി വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. ഇനി നമ്മുടെ മദർ തെരേസ കൽക്കട്ടയിൽ വന്ന് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹിച്ച് ജീവിച്ചു, മരിച്ചു. നമ്മുടെ ഫാദർ ഡാമിയൻ, വിശുദ്ധ ഡാമിയൻ ആർക്ക് വേണ്ടി ജീവിച്ചു അറിയാവോ? കുഷ്ഠരോഗികൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാ? കുഷ്ഠരോഗികളെ സ്നേഹിച്ച് ഫാദർ ഡാമിയൻ ജീവിച്ചു. അവസാനം ആരായിത്തീർന്നു? കുഷ്ഠരോഗിയായി തീർന്നു മരിച്ചു. കുഷ്ഠരോഗിയായി തീർന്നു. നമ്മുടെ ഗാന്ധിജി മുസ്ലിം ഹിന്ദു സഹവർത്തിത്വം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവസാനം വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവരെല്ലാം ഒന്നിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി മറ്റു പലതും ഉപേക്ഷിച്ച ആൾക്കാരാണ്. ഒന്നിനെ സ്നേഹിക്കണമെങ്കിൽ വേറെ പലതും നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ക്ലിയർ ആണോ? ഒരു കാര്യത്തെ സ്നേഹിക്കാൻ മറ്റു പലതിനെ ഉപേക്ഷിച്ചാലേ, അല്ലെങ്കിൽ മറ്റു പലതിനോടും മരിച്ചാലേ നമുക്ക് ഒരെണ്ണത്തിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ അല്ലേ? നമ്മുടെ വീട്ടിൽ ഡാഡി മമ്മി ഉണ്ടല്ലേ? നമ്മുടെ ഡാഡി മമ്മി തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അല്ലേ? അല്ലേ? ആണ്. അപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള എല്ലാവരെയും ഉപേക്ഷിക്കുകയാണ്. ശരിയല്ലേ? ദൈവം തന്ന ഭർത്താവിനെ, ആ ഒരു ഭർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി. ഇത് തന്നെ നേരെ തിരിച്ചു. ക്ലിയർ ആണോ മക്കൾ? ക്ലിയർ ആണോ? അപ്പോൾ ഒന്നിനെ സ്നേഹിക്കാൻ വേറെയുള്ള എല്ലാത്തിനോടും എന്ത് പറയണം? വിട പറയണം. അല്ലെങ്കിൽ വേറെയുള്ള എല്ലാത്തിനോടും മരിക്കണം. വേറെയുള്ള എല്ലാത്തിനോടും മരിക്കുമ്പോൾ, ഒന്നിനെ സ്നേഹിക്കുമ്പോൾ സത്യത്തിൽ ആ സ്നേഹിക്കുന്നതിന് വേണ്ടി തന്നെ പിന്നീട് മരിക്കേണ്ടി വരും. അതാണ് മദർ തെരേസയുടെയും ഫാദർ ഡാമിയൻ്റെയും എബ്രഹാം ലിങ്കൻ്റെയും മഹാന്മാരുടെ എല്ലാം ജീവിതത്തിൽ കാണുന്നതാണ്. നമ്മുടെ വിശുദ്ധന്മാരെല്ലാം
മറ്റു പലതിനോടും മരിച്ചുകൊണ്ട് ഒന്നിനു വേണ്ടി ജീവിച്ചു. അവസാനം അതുകൊണ്ട് തന്നെ അവർ മരിച്ചു. സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? മരണമാണ്. എന്താണ് സ്നേഹം? മരണമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പലതിനെയും ഉപേക്ഷിക്കണം. നിങ്ങൾ ഡാഡിയും മമ്മിയും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മറ്റു പലതിനോടും നിങ്ങൾ നോ പറയണം, അല്ലേ? ഡാഡിയും മമ്മിയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും നിങ്ങൾ ഇപ്പോൾ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടീനേജിലുള്ള ആൾക്കാർ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് പലതും പറയും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയും, അല്ലേ? വേറെ ആരെങ്കിലും വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഒരു കൾച്ചർ അനുസരിച്ച് എല്ലാവർക്കും കൂടെ ഒരു ബോയ് ഫ്രണ്ടും ഒരു ഗേൾ ഫ്രണ്ടും ഒക്കെ വേണം. അത് ഫ്രണ്ട്സൊക്കെ അതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാരൻസിനെയും ഈശോയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനോടെല്ലാം മരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇത്തവണ ധ്യാനിക്കുന്നത് യഥാർത്ഥമായ സ്നേഹം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. സ്നേഹിക്കുന്നവർ എപ്പോഴും സഹിക്കാൻ തയ്യാറാകും, മറ്റു പലതിനോടും മരിക്കാനും തയ്യാറാകും. അതാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. നമുക്ക് ഈ വചനം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. ഈ വചനം മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വചനം ഒന്ന് മോളെ പറഞ്ഞു കൊടുക്കുക. നമുക്കത് ഒരുമിച്ച് പറയാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. സഹോദരർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ധീരതയുടെ അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പേപ്പറിലും TV ന്യൂസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റ് പല കൂട്ടുകാരെയും പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തി രക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് അവാർഡ് കൊടുക്കുന്നത്? ധീരതയ്ക്കുള്ള. പലപ്പോഴും ധീരതയ്ക്കുള്ള നല്ല നല്ല അവാർഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവൻ മരണ പോരാട്ടം നടത്തണം. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് മരിക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു എടുത്തുചാട്ടമാണ്. നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മറ്റു പലതിനോടും നിങ്ങൾ മരിക്കണം. ഒരാൾ കളിയെ സ്നേഹിക്കുന്നു, ക്രിക്കറ്റ് കളിയെ സ്നേഹിക്കുന്നവരുണ്ട്. അയാൾ ബാക്കി എല്ലാത്തിനോടും നോ പറയണം, അല്ലേ? ക്രിക്കറ്റ് കളി തന്നെയാവും അയാളുടെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ടാണ് ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളി മാത്രം ചിന്തിക്കുന്ന ഒരാൾ പഠിക്കുമോ? അയാൾ പഠനത്തോടൊക്കെ നോ പറഞ്ഞു മരിച്ചിരിക്കുകയാണ് അയാൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ സന്യാസത്തെ സ്നേഹിക്കുന്നു. സന്യാസത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? കുടുംബത്തോടും സമ്പത്തിനോടും സ്വത്തിനോടും എന്ത് ചെയ്യണം? മരിക്കണം. അപ്പോഴാണ് അയാൾ സന്യാസത്തിൽ ജീവിക്കുക. ഒരാൾ ഒരു ജീവിത വൃത്തിയോട്, ഒരു ജോലിയോട് സ്നേഹം കാണിക്കുന്നു. അതിന് അയാൾ എന്ത് ചെയ്യണം? മറ്റു പല ജീവിത വൃത്തിയോടും ജോലിയോടും മരിക്കണം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കണം, ഈശോയുടെ മകനും മകളുമാകണം. മറ്റു പലതിനോടും നിങ്ങൾ എന്ത് ചെയ്യണം? മരിക്കണം. മറ്റു പലതിനോടും മരിച്ച് ഇതിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ജീവൻ പ്രാപിക്കും. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മറ്റു പലതിനോട് എന്ത് പറയണം? നോ പറയണം. അപ്പോഴാണ് പഠനത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥം നിരന്തരം വായിക്കണം, പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ, ബൈബിളിനെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ മറ്റു പലതിനോട് എന്ത് പറയണം? വിട പറയണം, നോ പറയണം. ബൈബിൾ വായിക്കേണ്ട സമയം വെറുതെ ഇരുന്ന് ഗെയിം എടുത്ത് കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് നോക്കി അല്ലെങ്കിൽ TV-യിൽ മറ്റു പ്രോഗ്രാംസ് എല്ലാം വാച്ച് ചെയ്ത് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം. ഒന്നിനെ സ്നേഹിക്കാൻ മറ്റു പലതിനോടും മരിക്കണം. പിന്നീട് എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയും മരിക്കണം. അതാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക. ഈ മാതൃക നമുക്ക് സ്വന്തമാക്കാം. മക്കൾ അറിഞ്ഞോ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവാണ് ഏറ്റവും വലിയ കല. ഏറ്റവും വലിയ കലയെന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് സ്നേഹം നമുക്ക് കൊടുക്കാം, സ്നേഹിക്കപ്പെടാനായിട്ട് നിന്നു കൊടുക്കാം.
സ്വീകരിക്കാം, ഈശോയിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാം, തിരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഈ വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒന്നുകൂടി വായിച്ചു കൊടുക്കാം മോളെ. ക്രിസ്തു സ്വന്തം ജീവൻ ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കടപ്പാട് എന്താണ്? സഹോദരർക്ക് വേണ്ടി ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കതിന് കഴിയട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിൽ, നിറയെ സമ്പത്തിലും സൗകര്യത്തിലും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ ഈ വചനം അനുസരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിറയെ സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഈ വചനം, പ്രത്യേകിച്ച് സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാനുള്ള കടപ്പാടുണ്ടെന്നുള്ളത് മറക്കരുത്. പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും മറന്നുപോകരുത്. എല്ലാവരെയും സ്നേഹിക്കാനായി നമുക്ക് ആഗ്രഹിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഗോഡ്സ് വേ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്നിനെ സ്നേഹിക്കാൻ വേണ്ടി മറ്റ് പലതിനോടും നമ്മൾ മരിക്കേണ്ടിയിരിക്കുന്നു. അവസാനം സ്നേഹിച്ചതിന് വേണ്ടിയും നമ്മൾ മരിക്കും. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ലതിനെ സ്നേഹിക്കാനായിട്ട് പലതും ഉപേക്ഷിക്കുക. ഏറ്റവും നല്ലതിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുക. അങ്ങനെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളായി വളരാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ഗോഡ്സ് വേയിൽ നമുക്ക് വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.